നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പതിവായി ചൊല്ലിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നബിയുടെ വഫാത്തിന്റെ നേരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എഴുതിയിരിക്കുന്ന മഹത്തായ സംഭവം എന്നും അവിടുന്ന് കൈകൾ രണ്ടും ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ വേർപ്പവും പിടിക്കുന്നതുമായി പിടിച്ചു ഫാത്തിഹ സൂറത്തോടി കയ്യിൽ ഊതി അത് ശരീരത്തിൽ തല മുതൽ മുഖത്ത് മുതൽ മുന്നിലും പിന്നിലുമായി ശരീരത്തിൽ കയ്യെത്തുന്ന ഭാഗത്ത് മുഴുവൻ തടവിയ ശേഷമാണ് 3 പ്രാവശ്യം ഇത് ചെയ്ത ശേഷമാണ് തങ്ങൾ ഉറങ്ങിയിരുന്നുള്ളൂ എന്ന വിവരം നിബിതങ്ങളോടുകൂടെ ശയ്യ പങ്കിടുന്ന ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു. അവർ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവസാനം നബിയുടെ വഫാത്തിൻ്റെ വേളയിൽ ഇത് അവിടുത്തെ വായ കൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ പറ്റാത്ത അത്രയും പ്രയാസകരമായൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം ഞാൻ നബിയുടെ ഈ പതിവ് മാനിച്ചുകൊണ്ട് അവിടുത്തെ കരം തന്നെ പിടിച്ച് ആ കരത്തിലേക്ക് ഞാൻ ചൊല്ലിയിട്ട് ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ആവിയത്തേനെയും ഞാൻ ഓതിയിട്ടു അവിടുത്തെ കരം കൊണ്ട് തന്നെ ശരീരത്തിലാകെ പൂരിച്ചു. കാരണം അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ കരം പറ്റുന്നതിലേറെ ബർക്കത്തുള്ളൊരു കരം എൻ്റെ കരമല്ലല്ലോ, അവിടത്തേക്ക് ഓതാൻ കഴിയൊന്നുമില്ല. അപ്പോൾ ഓതാൻ കഴിയാത്ത ആ സമയത്ത് ഞാനിത് ഓതിയിട്ട് അവിടുത്തെ കരത്തിൽ എത്തുന്ന സ്ഥലത്തെല്ലാം ഞാൻ എത്തിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മരണാസന്നനായി കിടക്കുന്ന നബിയുടെ ആ സമയത്തുള്ള ചര്യ പോലും ഒഴിവാക്കാത്ത ചര്യയായി പറയുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണിത്. ഈ കർമ്മം മിക്കവാറും എല്ലാ ആപത്തുകൾക്കും വളരെയധികം നിർഭയത്വം നൽകും. മരണത്തിൽ നിന്നല്ലാതെ, മരണം പിന്നെ ഒന്നുകൊണ്ടും ഒരു വിരുദ്ധം കൊണ്ടും ഒരു ചികിത്സ കൊണ്ടും ഒരു ആത്മീയം കൊണ്ടും ഒരു മന്ത്രം കൊണ്ടും ഒന്നും സുഖാവില്ല. മരണം മരിക്കുന്നതാണെങ്കിൽ നടക്കുമല്ലോ. അതല്ലാത്ത എല്ലാം ഇതുകൊണ്ട് തീർക്കും. എന്ത് ആത്മീയമായി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ചികിത്സയാണത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങളുടെ കുറികൾ വിവരിക്കുന്നു. നബിയുടെ കുടുംബ ജീവിതത്തിലെയും നബിയുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിനകത്തുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണല്ലോ ഇബ്നു അബ്ബാസ് എന്നവർ. അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് എന്നവരുടെ പുത്രനാണ്. വളരെ ചെറിയ കുട്ടിയാകുമ്പോഴാണ് നബിയുടെ കൂടെ കഴിയാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്, 8-9 വയസ്സൊക്കെ ഉള്ള കാലത്ത്. ആ കാലത്ത് തന്നെ നബിയുടെ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആപാത ചൂടം ശ്രദ്ധിച്ചുകൊണ്ട് നബിയുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത മഹാനാണ് ഇബ്നു അബ്ബാസ് എന്നവർ. അവർ പറയുന്നു, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, അതായത് ഫാത്തിമ ബിയുടെ പുത്രൻ നബിയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് രോഗമുണ്ടായി. ആ രോഗാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ വന്നു, പ്രയാസം വന്നു, മനസ്താപം വന്നു. ഈ മനസ്സ് വിഷമിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല വഹി നൽകി. ആ വഹി നൽകിയതിൽ അള്ളാഹു തആല വഹി നൽകിയത് ഫാ ഇല്ലാത്ത സൂറത്ത് വെള്ളമുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ആ പാത്രത്തിൻ്റെ അരികിൽ ഈ ഫാ ഇല്ലാത്ത സൂറത്ത്, അതായത് ഫാത്തിഹ സൂറത്തിനെ പോലെ ഫാ ഇല്ലാത്ത സൂറത്ത്, ഫാ ഇല്ലാത്ത ഈ സൂറത്ത് നിങ്ങൾ 40 തവണ ചൊല്ലുകയും അതുകൊണ്ട് ആ കുട്ടിയുടെ 2 കൈകളും 2 കാലുകളും മുഖവും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ബാഹ്യവും ആന്തരികവുമായി കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകിയാൽ ആ കുട്ടിയുടെ എല്ലാ രോഗത്തിൽ നിന്നും മറ്റെന്തുതരം പ്രയാസങ്ങളിൽ നിന്നും നീങ്ങാൻ ഇത് മതി എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയെന്നും നബി തങ്ങൾ ആ വഹി അനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും അതുകൊണ്ട് ഹസൻ എന്നവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഷിഫ ഉണ്ടായി എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. അപ്പം ഇബ്നു അബ്ബാസ് എന്നവർ അവർ അനുഭവിച്ച അനുഭവമാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അമിന മിൻകുല്ലി ഷൈഇൻ, എല്ലാറ്റിൽ നിന്നും അമ്ന് കിട്ടും എന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. ആപത്ത് എന്നതിൽ നിന്നാണ് ആഫാത്ത് എന്ന് പറഞ്ഞില്ല, ഫാ ഇല്ലാത്ത സൂറത്ത് എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത ഇതാണെന്ന് വഹിയിൽ പ്രത്യേകം ഊന്നുന്നു. ഫൈനൽ ഫാ അമിനൽ ആഫാത്ത് തന്നെ എന്നുള്ളതാണ് ഫാ. ആ ഫാ ഇല്ലാത്ത സൂറത്താണ് ഈ സൂറത്ത്. അത് ഓതിയിട്ട് 40 പ്രാവശ്യം ആ വെള്ളത്തിൻ്റെ അരികിൽ ഓതി ആ വെള്ളം കൊണ്ട് കഴുകിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും ആ കുട്ടി മുക്തമാകുമെന്ന് വഹി വന്നു എന്ന്. ഇത്തരം ആത്മീയമായ ചികിത്സകൾ നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ആ ഫാത്തിഹയാണ് നമ്മൾ ഇതിൽ ഓതുന്നത്. ആ ഫാത്തിഹ ഓതുക എന്നുള്ള നിലക്ക് മാത്രമല്ല, ഒരു 8 പ്രാവശ്യം നമ്മൾ 8 തരത്തിൽ പല
ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓതുന്നത്. അവരുമായി എല്ലാം ആത്മീയ ബന്ധമുണ്ടാക്കാനാണ് നമ്മളിതിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശംസുൽ ഉലമായോർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ, സംവിധാനിച്ച രീതിയിൽ തന്നെയുള്ള എല്ലാ നേട്ടങ്ങളും ഇതുകൊണ്ട് നേടാൻ നമ്മളെ അല്ലാഹു തആല തുണക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.